ഷഹീദ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്ലോഗാണെന്ന് പ്രാവിൻ്റെ കോയിൻ്റെ ബ്ലോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2 ദിവസം നബിയത്തിൻ്റെ ഓണത്തിൻ്റെ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനലൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ വെള്ളപ്രാവുകൾ അവിടെ ആക്കണം. ഇതിന് മുകളിൽ അവനതാ അവിടെ ബാർപ്പ് അവിടെ പാറിയെടുത്തി ഇതിന് മുകളിൽ കയറി നിൽക്കണത് അവന്. ഇവിടെ വാ കുട്ടാ ഇങ്ങോട്ട് വാ. കോയിൻ്റെ മറ്റന്നാൾ എടുക്കട്ടെ. നമുക്ക് പ്രാവിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാം. അങ്ങോട്ട് വാ കുട്ടാ, നമ്മളെന്തെങ്കിലും ഉണ്ടാവാന്നാണ് പറഞ്ഞത്. എവിടെ കുട്ടാ, ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ട് ഇതാ വെള്ളപ്രാവ്, അടിപൊളി മാഷാ അല്ലാഹ്. വെള്ളപ്രാവുകൾ കോയിൻ്റെ കൂടെ എടുത്താളല്ലേ. കള്ളിച്ചെടികൾ കോയിൻ്റെതാ. കോഴി സ്വല്പം വെച്ചിന് വെള്ളമൊക്കെ തീർന്ന് വെള്ളമൊക്കെ വെച്ചെടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. കോഴികളാണിത്, പഞ്ചായത്തിന് വിട്ട് കോഴിയാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പൊക്കെ. എല്ലാവരും ഒന്ന് ഉഷാറാക്കി എൻജോയ് ചെയ്യ്. ഓണത്തിനൊക്കെ പോയതായിരിക്കും സ്റ്റാറ്റസ് കാണാൻ ഒരാൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ 50-40 മേലൊക്കെ തന്നെ ഇനി പല തിരക്കുകൾ കാരണമായിരിക്കും എല്ലാവരും അതിന് കാണാത്തൊന്നും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുറേ വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് 26 നല്ലതാക്കണം. നാളെ എൻ്റെ കൂട്ടരെ സബ്സ്ക്രൈബ് വീഡിയോസാണ് നാളെ നാളെയൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് വീഡിയോ ഉണ്ടാവും. നല്ല അടിപൊളി സബ്സ്ക്രൈബ് വീഡിയോസൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളി വീഡിയോസാക്കി മാറ്റും. നാളത്തോടെ ചിലപ്പം 1000 4000 വാച്ച് അവർ അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനത്തെ സ്ഥലമാണ് നമ്മൾ കാണാൻ പോണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇതാക്കി. ഇതിനടുത്ത് ടൂറിനൊക്കെ പോകണമെന്ന കാലം പറഞ്ഞില്ലല്ലോ. ടൂറിനൊക്കെ പോകണം. ഊട്ടിയിൽ അതൊക്കെ നല്ല പൈസ. ഗോവ നല്ല പൈസ ഉണ്ടാക്കിയൊക്കെ പണിക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഇതാക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമുക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. 1000 വാച്ച് വരെ 4000 വാച്ച് വരെയൊക്കെ ആക്കി 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് വരെയൊക്കെ ആക്കിയവരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതാക്കും. നമ്മളെ ടൂറിന് പോയി ചങ്ങായിമാരുടെ കൂടെ വീട്ടിലെ പൈസ ഞാനും ചിലവിടും. നമ്മൾ കട്ടിട്ട് പോവും. ഒരാൾക്ക് 2000 രൂപ വെച്ചിട്ട് കാറിൽ എണ്ണടിച്ച് കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. അപ്പം നമ്മൾ ചാനലിൽ വീഴ്ച കൂട്ടിത്തരും, വാച്ചവരൊക്കെ കൂട്ടിത്തരും. നമ്മൾക്കൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരാം. ഇത് പ്രാവും കോയിൻ്റെ ഒക്കെ എടുത്തെങ്കിലും ചിലപ്പായില്ലേ. ഇപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം. ഇത് സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലമൊക്കെ കാണാം നമുക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പൊക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. കോഴി എന്തൊക്കെയാണ് പോകും കോഴി ഇതവിടെ. എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ. നമ്മൾ മുട്ടക്കോഴിയാണ്, പഞ്ചായത്തിൻ്റെ വീട്ടിലാണിത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പൊക്കെ. നമ്മൾ ചാനലൊക്കെ എല്ലാവരും ഫുള്ളാക്കി തരിക. പ്രാവതാക്കണം അവിടെ. അടുത്തതാ അതിനോട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നത് അവിടെതാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പൊക്കെ. 10 മിനിറ്റ് വരെ ആക്കിയെല്ലാം ഉണ്ട്. നമ്മൾ ഈ വാച്ച് വരൊക്കെ കൂടാൻ വേണ്ടിയിട്ടേ. വാച്ച് വരെ ഒന്നായിട്ടുള്ളൂ. ആദ്യം 40 കഴിഞ്ഞാൽ പിന്നെ പൊയ്പ്പിനോട് അതായതാണ്. അങ്ങനെയൊക്കെയാണ് കഥകൾ കിടപ്പൊക്കെ. മിസ്സഡ് ചാനലാക്കിയാണ് നമ്മൾ എല്ലാവരും. പ്രാവ് ചെടി ബോറടിക്കണ്ടല്ലോ. അങ്ങനെ മിസ്സഡ് ചാനൽ കാണിച്ചു തരാം. ഒക്കെ ചെടികളാണ്. ചെടികൾ എന്താ ഭയങ്കര ചെടിതാ അവിടെതാ. ചെടി ഇവിടെ ഉണ്ട്.
ചെടികൾ 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 5 മിനിറ്റ് അവിടെ പൂവ് നമ്മൾ പഴയ അക്വറിയാണ് അവിടെ എടുക്കുന്നത്. പഴയ അക്വറിയാണിത്. മീനെ പറ്റി സ്ഥലം ഇവിടെയൊക്കെ എന്താ ചെയ്യല്ലേ. ചെടികളൊക്കെ ഉണ്ട്. മീനെടുക്കണതാ ആളാക്കും. ഇവിടെ ചെടിയൊക്കെ പോയോ, വാടിപ്പോയോ? കാട്ടുചെടികളതൊക്കെ. കാട്ടുചെടികൾ റോസാപ്പൂവിൻ്റെ ചെടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുഴപ്പമൊക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാവിൻ്റെ അടുത്തൊക്കെ പോകാം. ഞാൻ നമ്മുടെ ആദ്യത്തെ പ്രാവും കൂടി ഇതൊക്കെ കൂടിയിട്ടിട്ടുണ്ട്. ഇത് വലിയ പ്രാവും കൂടെ ഉണ്ടാക്കിയതാണ്. ഇത് വക്കറ്റികൾ പ്രാവിനെ കുളിക്കാനുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ. കോഴികൾ, വാട്ടർ ടാങ്കി ഇതൊക്കെ കോഴിൻ്റെതാണ്. പിന്നെ നമ്മൾ കോഴിൻ്റെ അടുത്തെത്തി. അങ്ങനെയാണ് കാര്യങ്ങൾ. കുഴപ്പമൊക്കെ കോഴി പ്രാവ് ഇതാക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുഴപ്പമൊക്കെ കഴിഞ്ഞിട്ടായിക്കോളെ അല്ലേ. എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ എന്നാൽ